വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സഹകരണ നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതികളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 16ാമത്തെ സെക്ഷനിലെ അമെൻഡ്മെൻറ്റ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി അത് തുടർന്ന് ഈ ക്ലാസ്സിൽ പോവുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സഹകരണ പരീക്ഷകൾക്കെല്ലാം തന്നെ ഈ പുതിയ അമെൻഡ്മെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ലോയിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കണം. അതുപോലെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് 16ാമത്തെ വകുപ്പിൻ്റെ ഭേദഗതിയാണ്. സെക്ഷൻ 16. സെക്ഷൻ 16 എന്ന് പറയുന്നത് പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്, അംഗമാകാനുള്ള യോഗ്യത, അതാണ് സെക്ഷൻ 16. അപ്പോൾ ഇൻ സെക്ഷൻ 16 ഓഫ് ദ മുനിസിപ്പൽ ആക്ട്, ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് പ്രൊവിസോ to item 1 of clause A of subsection 1, the following item and proviso shall be added. അതായത് പ്രധാന ആക്ടിലെ 16ാം വകുപ്പിൽ നിലവിൽ 1ാം വകുപ്പിൽ എ എന്ന് പറയുന്ന ആ ക്ലോസിലെ 1ാമത്തെ ഇനം, ആ ഇനത്തിൻ്റെ നിലവിലുള്ള ക്ലിപ്ത നിബന്ധനയ്ക്ക് ശേഷം, അതായത് നിലവിൽ ഇപ്പോൾ പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്, അതിൽ 1ാമത്തെ സബ്സെക്ഷൻ നോ പേഴ്സൺ ഷാൽ ബി അഡ്മിറ്റഡ് ആസ് മെമ്പർ ഓഫ് എ സൊസൈറ്റി എക്സെപ്റ്റ് ദ ഫോളോയിങ്, നെയ്മലി എ ആൻ ഇൻഡിവിജ്വൽ, അതിൽ 1 ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പുതിയ ക്ലോസ് അവിടെ വരികയാണ്. അതായത് അതും കൂടെ ആഡ് ചെയ്യണം. അത് IA എന്ന് പറഞ്ഞ ഒരെണ്ണം. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയാണ്. നമ്മൾ ഡെഫിനിഷനകത്ത് അതിനെപ്പറ്റി കണ്ടായിരുന്നു. പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി, യുവജന സഹകരണ സംഘങ്ങൾ. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് who has not attained the age of 45 years, യുവജന സഹകരണ സംഘങ്ങളുടെ സംഗതിയിൽ 45 വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തി എന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊവൈഡഡ് ദാറ്റ് ഓൺ അറ്റൈനിങ് 45 years the membership of such members shall cease to exist and they shall become associate members of the society. അപ്പം 45 വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തിയായിരിക്കണം എന്നാണ്. അത് എന്നാൽ 45 വയസ്സ് പൂർത്തിയാകുമ്പോൾ അങ്ങനെയുള്ള അംഗങ്ങളുടെ ആ അംഗത്വം നിലവിലില്ലാണ്ടായിത്തീരുന്നതും അവർ സംഘത്തിൻ്റെ അസോസിയേറ്റ് അംഗം ആകുന്നതുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 16ാം വകുപ്പിലെ ഭേദഗതി. ഇനി നമുക്ക് 18ാം വകുപ്പിലെ ഭേദഗതി എന്താണെന്ന് നോക്കാം. 18ാം വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, നാമമാത്ര സഹായക അംഗങ്ങളാണ്. അതിനകത്ത് സബ്സെക്ഷൻ 3യിൽ പുതുതായിട്ട് വരികയാണ്. ഇപ്പം നിലവിൽ സേവാസ് പ്രൊവൈഡഡ് ഇൻ ദിസ് സെക്ഷൻ എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ shall have such privileges and rights of a member and be subject to such liabilities of a member as may be specified in the bylaws of the society എന്നുള്ളത് മാറ്റിക്കൊണ്ട് അത് ഒന്നും കൂടെ പരിഷ്കരിച്ച് പുതുതായിട്ട് ആ 3ാമത്തെ ക്ലോസ് വരികയാണ്. അതായത് എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഷാൽ ഹാവ് സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ആൻഡ് ബി എലിജിബിൾ ടു എൻജോയ് വേരിയസ് services including credit facilities provided by the societies and the
subject to such liability of a member as may be specified in the bylaws of the society. അതായത് ഈ വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതൊഴികെ ഒരു നാമമാത്ര അല്ലെങ്കിൽ സഹായക അംഗത്തിന്, അസോസിയേറ്റ് അംഗത്തിൻ്റെ അങ്ങനെയുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതും സംഘങ്ങൾ നൽകുന്ന വായ്പാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതും പ്രസ്തുത സംഘത്തിൻ്റെ ഉപനിയമങ്ങളിൽ നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരംഗത്തിൻ്റെ അങ്ങനെയുള്ള ബാധ്യതകൾക്ക് വിധേയനായിരിക്കുന്നതുമാണ്. അപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, വായ്പാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ആണ് ആ ക്ലോസിൽ ഒരു പരിഷ്കരിച്ച് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം. അങ്ങനെയാണ് ആ ക്ലോസ്, മൂന്നാമത്തെ ക്ലോസ് സബ്സെഷൻ ക്ലോസ് അല്ല, 18-ാം വകുപ്പിലെ 3-ാം ഉപവകുപ്പ് ക്ലോസ് അല്ല, 3-ാം ഉപവകുപ്പാണ്, സബ്സെഷനാണ് ഇങ്ങനെ ആക്കേണ്ടത്. ഇനി 19-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മെമ്പേഴ്സ് നോട്ട് ടു എക്സർസൈസ് റൈറ്റ്സ് ടു ടിൽ ഡ്യൂ പേയ്മെൻറ്റ്. അതാണ് 19-ാമത്തെ വകുപ്പ്. സെക്ഷൻ 19-ൽ പറയുന്നത് മെമ്പേഴ്സ് നോട്ട് ടു എക്സർസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ്. അപ്പോൾ അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നവരെ അംഗത്തിന് അവകാശം വിനിയോഗിക്കാവുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിലവിലുള്ള 1-ാമത്തെ സബ്സെക്ഷന് ശേഷം താഴെ പറയുന്ന ഒരു സബ്സെക്ഷൻ ചേർക്കണം, 2 പറഞ്ഞ്. അപ്പോൾ 1-ാമത്തെ സബ്സെക്ഷനിൽ മാറ്റമൊന്നുമില്ല, അത് 1-ാം ഉപവകുപ്പായിട്ട് തന്നെ ഇടുക. അതിനുശേഷം 2-ാം ഉപവകുപ്പായിട്ട് ഇനി പറയുന്ന കാര്യമാണ് ചേർക്കേണ്ടത്. If the general body of the society has decided to enhance the share value, the right of a member to continue in membership will remain for a period of 5 years from the date of enhancement of value of shares, but shall be allowed to exercise his rights as a member only upon remitting the enhanced value of the shares held. അതായത് ഒരു സംഘത്തിൻ്റെ പൊതുയോഗം ഓഹരി മൂലധനം അല്ലെങ്കിൽ ഓഹരിയുടെ മൂല്യം ഉയർത്താൻ തീരുമാനിച്ചാൽ, ഓഹരിയുടെ മൂല്യമാണ് വാല്യൂ ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരംഗത്തിന് അംഗത്വത്തിൽ തുടരാനുള്ള അവകാശം ഓഹരി മൂല്യം ഉയർത്തിയ തീയതി മുതൽ 5 വർഷം കാലയളവിലേക്കുണ്ടായിരിക്കുന്നതും, എന്നാൽ കൈവശമുള്ള ഓഹരികളുടെ ഉയർത്തിയ മൂല്യം അടയ്ക്കുന്ന മുറയ്ക്ക് മാത്രം ഒരു അംഗമെന്ന നിലയിലുള്ള അയാളുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ അനുവദിക്കേണ്ടതുമാണ്. മനസ്സിലായല്ലോ? അതാണ് 2-ാമത്തെ ഒരു ക്ലോസായിട്ട്, 2-ാമത്തെ സബ്സെഷനായിട്ട് ചേർക്കണം. അപ്പോൾ 1-ാമത്തെ ഉപവകുപ്പിന് മാറ്റമൊന്നുമില്ല, അത് നിലവിലുള്ള പോലെ. അപ്പോൾ അതിന് 1-ാം ഇട്ടിട്ടില്ല നിലവിൽ, അത് 1-ാം ഇട്ട് അതുപോലെ എഴുതുക. 2 പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ ചേർക്കുക. അതാണ് 19-ാമത്തെ വകുപ്പിൽ ഉള്ളത്. 19 ബിയേ ഉള്ളൂ. ഇനി 19 ബിയിലൊരു മാറ്റമുണ്ട്. സെഷൻ 19B അതെന്താണെന്ന് നമുക്ക് നോക്കാം. സെഷൻ 19B എന്ന് പറഞ്ഞാൽ എന്താണ് ആ സെഷൻ ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. അതായത് അംഗത്തിന് വിവരം ലഭിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ്, സംഘത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുക. അത് നിലവിൽ എവരി സൊസൈറ്റി ഷാൽ കീപ്പ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് ചാർജ് at all reasonable times at the registered address of the society. An up-to-date copy of KCS Act 1969, an up-to-date copy of the KCS Rules 1969, an up-to-date copy of the bylaw of the society,
a register of members, the latest audited balance sheet of the society, and the accounts of the society insofar as they relate to his or her transaction എന്നും പറഞ്ഞ് ABCDEF ഇങ്ങനെ 6 ക്ലോസുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടാനുള്ള അവകാശങ്ങൾ. അതാണ് നിലവിൽ ഇപ്പോഴുള്ളത് 19B. അപ്പോൾ അവിടെ ഈ എന്ന് പറയുന്ന ഈ ക്ലോസ്, അതായത് ദി ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ സൊസൈറ്റി കഴിഞ്ഞ് ആൻഡ് ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഈ കഴിഞ്ഞാൽ എഫും കൂടെ ഉള്ളൂ, അതുകൊണ്ട് ആൻഡ് ചേർത്തുണ്ട്. ആ ആൻഡ് അങ്ങ് ഒഴിവാക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എന്ന് പറയുന്ന ആ ക്ലോസിലെ ആൻഡ് ഒഴിവാക്കി എഫ് എന്ന് പറയുന്ന ക്ലോസിൽ ആൻഡ് എന്നുള്ള വാക്ക് ചേർക്കണം, കൂടാതെ എന്നും കൂടെ ചേർക്കണം. എന്നിട്ട് ജി എന്ന് പറയുന്ന പുതിയൊരു ക്ലോസ് അവിടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജി എന്ന് പറയുന്ന ഒരു ക്ലോസ്, അതായത് സമ്മറി ഓഫ് ഡിഫക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് along with the rectification report approved by the committee and general body of the society. അതാണ് ജിയിൽ വരുന്നത്. അതും കൂടെ പുതുതായിട്ട് ചേർക്കുകയാണ്. പ്രസ്തുത സംഘത്തിൻ്റെ കമ്മിറ്റിയും പൊതുയോഗവും അംഗീകരിച്ച തിരുത്തൽ റിപ്പോർട്ടിനൊപ്പം റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ട പോരായ്മകളുടെ സംഗ്രഹം, അത് സമ്മറി ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ ഈ സമ്മറി ഓഫ് ഡിഫക്ട്സ് ഇതുവരെ അംഗങ്ങൾക്ക് കാണാൻ ലഭിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അംഗങ്ങളുടെ വിവരം ലഭിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന വകുപ്പിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡിഫക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് എലോങ് വിത്ത് ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. ഇതാണ് 19B വരിക. അപ്പം അവിടെ ഈ എന്ന് പറയുന്ന ക്ലോസിൻ്റെ അവസാനത്തെ ആൻഡ് ഒഴിവാക്കിക്കൊണ്ട് എഫിൻ്റെ അവസാന ആൻഡ് ചേർത്തുകൊണ്ട് ജി എന്ന് പറയുന്ന പുതിയൊരു ക്ലോസ് അവിടെ ഈ പറഞ്ഞ ക്ലോസ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇനിയും സെക്ഷൻ 20 ഭേദഗതി എന്താണ്? സെക്ഷൻ 20 എന്ന് പറയുന്നത് വോട്ട് ഓഫ് മെമ്പേഴ്സാണ്, അംഗങ്ങളുടെ വോട്ടിനെ പറ്റിയാണ് പറയുക. അത് ഇൻ ക്ലോസ് ഡി ആഫ്റ്റർ ദ വേർഡ് എലക്ഷൻ ദ വേർഡ്സ് ആൻഡ് റിമൂവൽ ഷാൽ ബി ഇൻസേർട്ടഡ്. അതായത് ഈ 20ാമത്തെ പ്രധാന ആക്ടിലെ 20ാമത്തെ പ്രധാന ആക്ടിലെ 20ാമത്തെ വകുപ്പിൽ ഡി എന്ന് പറയുന്ന ആ ക്ലോസിൽ തിരഞ്ഞെടുക്കുന്നതിൽ എന്ന വാക്കിന് പകരം തിരഞ്ഞെടുക്കുന്നതിലും നീക്കം ചെയ്യുന്നതിലും എന്ന് ആ വാക്കുകൾ ഉൾപ്പെടുത്തണം. മനസ്സിലായോ? അതാണ്. അതായത് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ഹാവ് 1 vote ബട്ട് ഷാൽ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഫോർ എലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നാണ്. അവിടെ വോട്ട് ഫോർ എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബെയറേഴ്സ് എന്നാക്കണം. ഡി എന്ന് പറയുന്ന ക്ലോസിലാണ് ആ മാറ്റം വരേണ്ടത്. മനസ്സിലായല്ലോ? 20ാമത്തെ സെക്ഷനിൽ ഡി എന്ന് പറയുന്ന ക്ലോസിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അവിടെ എലക്ഷൻ ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. എലക്ഷൻ കൂടാതെ ആൻഡ് റിമൂവൽ എന്നും കൂടെ എഴുതി ചേർത്താൽ മതി. അപ്പോൾ തിരഞ്ഞെടുക്കുന്നതിലും ഒഴിവാക്കുന്നതിലും എന്നായി മാറുന്നത്. അതാണ് 20ാമത്തെ സെക്ഷനിലെ ഭേദഗതി. ഇനി നമുക്ക് 22ാമത്തെ സെക്ഷനിലാണ് അടുത്ത ഭേദഗതി വന്നിരിക്കുന്നത്. 22ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്, ഓഹരി കൈവശം വയ്ക്കുന്നതിലെ നിയന്ത്രണം സംബന്ധിച്ചാണ് 22ാം വകുപ്പിൽ പറയുന്നത്. 22ാം വകുപ്പിൽ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22 ഓഫ് ദി പ്രിൻസിപ്പൽ ആക്ട് ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് പ്രൊവിസോ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, ദി ഫോളോയിങ് പ്രൊവിസോ ഷാൽ ബി ഇൻസേർട്ടഡ്. ഇപ്പം നിലവിലുള്ള ഒന്നാമത്തെ ഉപവകുപ്പിൽ 22ാമത്തെ സെക്ഷനിലെ ഒന്നാമത്തെ ഉപവകുപ്പിൽ നിലവിലുള്ള ആ വ്യവസ്ഥയിൽ കൂടാതെ ആ വ്യവസ്ഥയുടെ കൂടെ
ഇതും കൂടെ ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിപ്ത നിബന്ധനയ്ക്ക് ശേഷം താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്. അതും കൂടെ ചേർത്താൽ മതി. ഇപ്പം നിലവിൽ ഈ 22ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. അതിപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അത് കൂടാതെ ഇതും കൂടെ ചേർത്താൽ മതി. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്നും പറഞ്ഞു വരും. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ that an individual member can hold in an urban cooperative bank having a Reserve Bank of India license is limited to 5% of the value of the total paid up share capital of the bank. എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു വ്യക്തിഗത അംഗത്തിന് കൈവശം സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഓഹരി മൂലധനം തുക ബാങ്കിൻ്റെ ആകെ അടച്ചു തീർത്ത ഓഹരി മൂലധനത്തിൻ്റെ 5% നിജപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുകൂടെ ആ കൂട്ടത്തിൽ ചേർക്കണം. അതാണ് 22ാമത്തെ വകുപ്പിൽ പറയുന്നത്. ഇനി 26ാം വകുപ്പിൽ എന്താണ്? സെക്ഷൻ 26 എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. മുൻകാല അംഗത്തിനും മരിച്ചുപോയ അംഗത്തിനും അവരുടെ സ്വത്തിനുള്ള ബാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇൻ സബ്സെഷൻ 1 in clause B for the words 2 the word 3 shall be substituted. അത്രയേ ഉള്ളൂ. ചെറിയൊരു മാറ്റം മാത്രമേ 26ാമത്തെ വകുപ്പിൽ ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ എന്നുള്ള ആ സെക്ഷനിൽ വരുന്നുള്ളൂ. അതിനകത്ത് ബി എന്ന് പറയുന്ന ആ ക്ലോസിൽ ഇൻ ദി കേസ് ഓഫ് ദ ഡിസീസ്ഡ് മെമ്പർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം സച്ച് ഡേറ്റ് എന്നുള്ളത് മാറ്റി 3 years ഫ്രം സച്ച് ഡേറ്റ്, 2 എന്നുള്ളതിന് പകരം 3 എന്നാക്കുക. ചെറിയൊരു മാറ്റം. ഇത്രയാണ് 26ാം വകുപ്പിൽ പറയുക. അപ്പോൾ നമ്മൾ സെക്ഷൻ 16 മുതൽ 26 വരെയുള്ള സെക്ഷനുകളിലെ ഏതെല്ലാം സെക്ഷനിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് പല പ്രാവശ്യം കേൾക്കണം. എന്നിട്ട് അത് നോട്ട് ചെയ്ത് കുറിച്ച് വെക്കണം, ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ നിലവിലുള്ള ബുക്കിൽ അത് കുറിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്കത് എവിടെയെല്ലാമാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ആണ് വിശ്വാസം. ക്ലാസ്സിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കാം. അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചു ചോദിക്കാം, അതിനും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ ഇത് ഈ വീഡിയോ ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അടുത്ത സെക്ഷന് കുറച്ച് മാറ്റങ്ങൾ കൂടുതലുണ്ട്. അത് നമുക്ക് 28ാമത്തെ വകുപ്പിലാണ് അടുത്ത ഭേദഗതി വരുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ്, കമ്മിറ്റിയുടെ നിയമനം സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിസ്തരിച്ച് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.